നമുക്കിന്ന് ഫോം ക്ലേ വെച്ചൊരു മിനിയേച്ചർ ചെയ്താലോ? ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഗ്രീൻ കളർ ഫോം ക്ലേ എടുത്തിട്ട് ഇതുപോലൊരു ബോളാക്കി എടുക്കണം. എന്നിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് പരത്തി കൊടുക്കുന്നത്. നമ്മളൊരു വാഴയിലയാണ് ചെയ്യുന്നത്. സ്കെയിൽ വെച്ച് സെൻറ്ററിൽ ഇതുപോലൊരു വര ഇട്ട് കൊടുക്കണം. ക്ലേ വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടിയ ടൂൾസാണത്. അത് വെച്ചിട്ടാണ് സൈഡിലൊക്കെ ആ ഒരു വര ഇടുന്നത്. നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് തന്നെ ഇടാം. വൈറ്റ് കളർ ഫോം ക്ലേ എടുത്തിട്ട് ബോളാക്കിയിട്ട് ഒരു പെയിൻറ്റ് പാലറ്റിൽ വെച്ചിട്ടാണ് ഞാനൊരു ബൗൾ ചെയ്തെടുക്കുന്നത്. പെന്നിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു പെർഫെക്റ്റ് ബൗൾ കിട്ടും. നിങ്ങൾക്ക് പെയിൻറ്റ് പാലറ്റ് ഇല്ലെങ്കിൽ കൈ വെച്ച് തന്നെ ചെയ്താൽ മതി. 2 ബൗൾ വേണം. 2 എണ്ണം എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു വാഴയിലയിൽ അത് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇഡ്ഡലിയാണ്. അതിനായിട്ട് വൈറ്റ് കളർ ഫോം ക്ലേ തന്നെ എടുത്തിട്ട് കയ്യിൽ വെച്ച് കൊടുത്തിട്ടാണ് ഒരു ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇഡ്ഡലിയുടെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. ഇനി ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പിൻ എന്തെങ്കിലും വെച്ച് അതൊന്ന് കുത്തി കൊടുക്കണം. കുറച്ച് ഒറിജിനാലിറ്റി വരാനാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ചട്നിയാണ്. അതിനായിട്ട് ഏതെങ്കിലും ഒരു വൈറ്റ് കളർ ഗ്ലൂ എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ബ്ലാക്ക് കളർ ക്ലേ ആണ് ഞാൻ എടുക്കുന്നത് കടുകായിട്ട്. അതൊന്ന് ആ ഗ്ലൂവിനകത്തോട്ട് ഇട്ടിട്ട് ഒരു കറിവേപ്പില പോലെ ഒരു ഗ്രീൻ കളർ ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ബൗളിലോട്ടും ഗ്ലൂ ഇതുപോലെ ഒഴിച്ചിട്ട് യെല്ലോ കളർ പെയിൻ്റാണ് ചെയ്യുന്നത്. അതൊരു സാമ്പാറാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫോം ക്ലേ കുറച്ച് നീളത്തിലും അങ്ങനെയൊക്കെ ചെയ്ത് സാമ്പാറിനകത്ത് സാധനങ്ങളൊക്കെ പോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു വടയാണ്. നിങ്ങൾക്കിത് വേണേ ചെയ്താൽ മതി. ബ്രൗൺ കളർ ഫോം ക്ലേ എടുത്തിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് കുത്തൊക്കെ ഇട്ട് കൊടുത്താൽ വടയും കഴിഞ്ഞു. കുറച്ച് സിമ്പിളാണ് ചെയ്യാനായിട്ട്. നല്ലൊരു ലുക്ക് തന്നെ നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.